മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഓഷ്യൻ എനർജി ഫോംസിനെ കുറിച്ചിട്ടാണ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കടൽ. നമ്മളെ കരയുടെ ടോട്ടൽ ലാൻഡിൻ്റെ 70%, അതായത് ഭൂമിയുടെ ടോട്ടൽ ഏരിയയുടെ 70% കടലാണ്. അപ്പോൾ ആ കടലിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എനർജി ഉണ്ടാക്കുന്ന 1, 2, 3 മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തത് ടൈഡൽ എനർജി, മൂന്നാമത്തെ വേവ് എനർജി. ഇതിൽ മൂന്നിലും വേവ് എനർജി നമുക്ക് പഠിക്കാനില്ല. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനും ടൈഡൽ എനർജിയും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ നമ്മളിനി ഷോർട്ട് ഫോം ആയിട്ട് OTEC എന്ന് വിളിക്കാം. ടൈഡൽ എനർജി എന്താണെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് പറഞ്ഞു. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ? നമുക്കറിയാം, കടലിൽ സൂര്യൻ്റെ വെളിച്ചം അടിക്കില്ല, സൂര്യൻ്റെ ഹീറ്റ് കടലിലുണ്ടാവും. അപ്പോൾ കടലിൻ്റെ ടോപ്പിലുള്ള വെള്ളത്തിന് ചൂട് കൂടുതലും താഴത്തോട്ട് പോകുമ്പോൾ ചൂട് കുറവുമാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈഡൽ എനർജി എന്താണെന്ന് അറിയാലോ, ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. സണ്ണിൻ്റെയും അതുപോലെ മൂണിൻ്റെയും ഫോഴ്സ് കാരണം, എർത്തിലുണ്ടാകുന്ന ഫോഴ്സ് കാരണം സീല വാട്ടർ പൊന്തും താഴും ചെയ്യുന്നതിനാണ് ടൈഡൽ എനർജി എന്ന് പറയുക. വേവ് എനർജി എന്ന് പറഞ്ഞാൽ തിരമാലകളെ എന്താണെന്ന് അറിയാലോ, അതായത് കടലിൽ കാറ്റുള്ളതുകൊണ്ട് ആ കാറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് വേവ്സ് ഉണ്ടാവുന്നത്. ഈ കാറ്റുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. ഈ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇതിൽ ടൈഡൽ എനർജി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എനർജിയും സോളാർ റേഡിയേഷൻ നിന്നാണ് വരുന്നത്. കാരണം ആ ടെമ്പറേച്ചറാണ് ബാക്കിയുള്ള എല്ലാ എനർജി ഫോമും കൺവേർട്ട് ചെയ്തിട്ട് തരുന്നത്. അതിൽ ടൈഡൽ എനർജി ഒഴിച്ച്, ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വെതറിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, മൂണിൻ്റെയും സണ്ണിൻ്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, അല്ലാതെ സോളാർ റേഡിയേഷനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് OTEC എന്താണെന്ന് പഠിക്കാം. OTEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് സോളാർ എനർജി സ്റ്റോർഡ് ആസ് ഹീറ്റ് ഇൻ ദ ഓഷ്യൻ ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ എനർജി ബൈ മേക്കിംഗ് യൂസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാം സർഫസ് വാട്ടർ ആൻഡ് കോൾഡർ ഡീപ്പർ വാട്ടർ. നേരത്തെ പറഞ്ഞു, സൂര്യൻ്റെ എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ആ സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് കൊണ്ട് കടലിൻ്റെ മുകളിലുള്ള വെള്ളം ചൂട് കൂടുതലും താഴത്തോട്ട് പോകും തോറും ചൂട് കുറവുമാണ്. ഏകദേശം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ടോപ്പിലെ ടെമ്പറേച്ചർ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. ഏകദേശം ഒരു 1000 മീറ്റർ താഴ്ചയിൽ നമുക്കൊരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും. പിന്നെ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്കൊരു ഹീറ്റ് എൻജിൻ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിച്ച് അതുകൊണ്ട് മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹീറ്റ് എൻജിൻ ഉദ്ദേശിക്കുന്ന ഒരു ടർബൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഒരു മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യാം. മെക്കാനിക്കൽ പവർ കൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ ജനറേറ്റർ റൺ ചെയ്ത് ഇലക്ട്രിക്കൽ പവർ ഉണ്ടാക്കാൻ പറ്റും. ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഹീറ്റ് എനർജി കൊടുത്തിട്ട് അതിനെ നേരെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഇനി 2 മെത്തേഡിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് എനർജി ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സൈക്കിൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് സൈക്കിൾ. രണ്ടാമത്തത് ക്ലോസ്ഡ് സൈക്കിൾ ഓർ ആൻഡേഴ്സൺ സൈക്കിൾ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സൈക്കിൾ. ഈ ഓപ്പൺ സൈക്കിൾ എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മളിപ്പോൾ നോക്കുക, ഈ ചിത്രത്തിൽ ഈ കണ്ടൻസേറ്റ് ചെയ്ത് ടർബൈനിൽ സ്റ്റീം കണ്ടൻസേറ്റ് ചെയ്തിട്ട് വന്നിട്ട് അതിനെ കണ്ടൻസേറ്റ് ചെയ്ത് വാട്ടറാക്കി മാറ്റും. ആ വാട്ടർ നമ്മൾ തിരിച്ച് യൂസ് ചെയ്യുന്നില്ല. ഇത് തിരിച്ച് ഇതിലൂടെ ഈ സർക്കുലർ ഫ്ലോയിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയാമെന്ന്. പക്ഷേ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ച വാട്ടർ സ്റ്റീം കണ്ടൻസേറ്റ് ചെയ്ത് വാട്ടറായി മാറി അത് നേരെ കടലിൻ്റെ അടിയിലോട്ട് തന്നെയാണ് തള്ളുന്നത്. അത് തിരിച്ച് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഓപ്പൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിലെ ഓരോന്ന് എന്താണെന്ന് പറയാം. ഫസ്റ്റ്, വാം സർഫേസ് വാട്ടർ ഡിയറേറ്ററിലോട്ട് പോകും. ഡിയറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിലെ വെള്ളത്തിൽ ചിലപ്പോൾ നോൺ കണ്ടൻസിബിൾ ഗ്യാസസ് ഉണ്ടാവും. ആ കണ്ടൻസിബിൾ ഗ്യാസസിനെ വേർതിരിച്ചെടുക്കാനാണ് ഡിയറേറ്റർ ഉപയോഗിക്കുന്നത്.
പിന്നെ അടുത്തത് ഡീറേറ്ററിൽ നിന്ന് അങ്ങനെ നോൺ കണ്ടൻസിബിൾ ഗ്യാസസിനെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വാം വാട്ടർ ഫ്ലാഷ് ഇവോപ്പറേറ്ററിലോട്ട് കൊടുക്കും. ഫ്ലാഷ് ഇവോപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോ പ്രഷർ സ്റ്റീമിന് ഉണ്ടാക്കുന്ന ടൈപ്പ് സാധനമാണ് ഈ ഫ്ലാഷ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് തന്നെ വാം സർഫസ് വാട്ടറിനെ പ്രഷർ റിഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോ പ്രഷർ സ്റ്റീം ഉണ്ടാക്കുന്ന സെറ്റപ്പാണ് ഈ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലോ പ്രഷർ സ്റ്റീം നേരെ ടർബൈനിൽ പോയിട്ട് ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും പ്രഷർ ഡ്രോപ്പ് ഉണ്ടായി ആ സ്റ്റീം നേരെ കണ്ടൻസറിലോട്ട് വരും. കണ്ടൻസർ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ താഴത്തുള്ള കോൾഡ് ഡീപ്പ് വാട്ടർ ഉണ്ടല്ലോ, താഴത്തുള്ള ടെമ്പറേച്ചർ കുറഞ്ഞ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റീമിനെ കണ്ടൻസേറ്റ് ചെയ്ത് വാട്ടറാക്കി മാറ്റും. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അപ്പോൾ ആ കണ്ടൻസേഷനാക്കി മാറ്റി വരുന്ന വാട്ടർ നേരെ തിരിച്ച് കടലിൻ്റെ താഴത്തോട്ട് ഡിസ്ചാർജ് ചെയ്യും. പിന്നെ വീണ്ടും മുകളിൽ നിന്നുള്ള വാം വാട്ടർ എടുത്തുകൊണ്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യും. ഇതാണ് ഓപ്പൺ സൈക്കിൾ OTEC. ഈ ടർബൈൻ നേരെ ഒരു ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴൊക്കെ ടർബൈൻ കറങ്ങുന്നു അപ്പോഴൊക്കെ ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഏതാണോ ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് അതാണ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വാട്ടറാണ്. ഇനി ക്ലോസ്ഡ് സൈക്കിളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അമോണിയയോ പ്രൊപ്പൈനൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതാണോ നമ്മളിവിടെ ഈ സർക്കുലേഷൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് അതാണ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വാം സർഫസ് വാട്ടർ ഈസ് മെയ്ഡ് ടു ബോയിൽ ബൈ ലോവറിംഗ് പ്രഷർ വിത്തൗട്ട് സപ്ലൈയിങ് എനി ഹീറ്റ്. ഇവാപ്പറേറ്റർ അതാണ് ചെയ്യുന്നത്. ഈ ലോ പ്രഷർ സ്റ്റീം ഡ്രൈവ്സ് ദ ടർബൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ എസ്ഹോസ്റ്റ് സ്റ്റീം ടർബൈൻ എന്ന് പറഞ്ഞ എസ്ഹോസ്റ്റ് സ്റ്റീം കണ്ടൻസ്ഡ് ബൈ കോൾഡ് വാട്ടർ, താഴത്തുനിന്നുള്ള കോൾഡ് വാട്ടർ കൊണ്ട് ഈ ടർബൈൻ എന്ന് പറഞ്ഞ എസ്ഹോസ്റ്റ് സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യും. ഇതിനൊരു ഓപ്പൺ സൈക്കിൾ എന്ന് പറയാൻ കാരണം ഈ കണ്ടൻസേറ്റഡ് ലിക്വിഡ് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നില്ല, നമ്മളതിന് നേരെ താഴത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടെക്നിക്കാണ്. നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ക്ലോസ്ഡ് സൈക്കിളാണ്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സൈക്കിൾ? ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം സർഫേസ് വാട്ടറിന് ഒരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഇതൊരു ബോയിലർ എന്ന് പറയുക, ബോയിലർ ഒരു ഇവാപ്പറേറ്റർ. അപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ ബോയിലറിലോട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിൻ്റുള്ള അമോണിയയോ പ്രൊപ്പൈനോ പോലുള്ള സാധനങ്ങളായിരിക്കും. അതായത് നമ്മൾ വാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ 30 ഡിഗ്രിയോ 35 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കും. ആ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യണ മെറ്റീരിയൽസ് ഏതാണോ ലിക്വിഡ്സ് ഏതാണോ അതാണ് നമ്മളിവിടെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുക. വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ കൺവെൻഷനിലൂടെ അല്ലെങ്കിൽ കണ്ടക്ഷനോ കൺവെൻഷനോ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന അമോണിയ എന്തായി വേപ്പറായിട്ട് മാറും. ആ വേപ്പർ എന്ത് ചെയ്യും? ഇവിടെ ടർബൈനിൽ പോവും. ആ ടർബൈനിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് തിരിച്ച് ഈ ടർബൈനിൽ തന്നെ എസ്ഹോസ്റ്റ് ആയിട്ടുള്ള സ്റ്റീം കണ്ടൻസേറ്ററിൽ എന്ത് ചെയ്യും? കണ്ടൻസേറ്റ് ചെയ്ത് അതിനെ തിരിച്ച് പമ്പ് ഉപയോഗിച്ച് വീണ്ടും എന്ത് ചെയ്യും? ഇവാപ്പറേറ്ററിലോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ കണ്ടൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴത്തുനിന്നുള്ള കോൾഡ് വാട്ടർ അല്ലെങ്കിൽ കൂൾ ചെയ്ത വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാവുന്ന അമോണിയയുടെ സ്റ്റീമിനെ അമോണിയ അല്ലെങ്കിൽ പ്രൊപ്പൈൻ്റെ സ്റ്റീമിനെ നമ്മൾ കണ്ടൻസേറ്റ് ചെയ്യണത്. എന്നിട്ട് അതിനെ തിരിച്ച് വീണ്ടും ആ ലിക്വിഡിനെ പമ്പ് ചെയ്ത് ഇവാപ്പറേറ്ററിലോട്ട് കൊടുക്കും. ഇതൊരു ക്ലോസ്ഡ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അമോണിയ വീണ്ടും ഇവിടെ വരും, ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോകും. ചിലപ്പോൾ ഈ അമോണിയയുടെ ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പമ്പ് വെച്ചിട്ട് ഈ അമോണിയ ഈ സൈക്കിളിലോട്ട് ആഡ് ചെയ്യണം. ആ സെറ്റപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ടർബൈനിലൊക്കെ ഇത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അതിൽ ടർബൈനിലൊക്കെ നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പമ്പപ്പ് ചെയ്ത് കൊടുക്കണം. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അമോണിയ ക്വാണ്ടിറ്റി നമ്മൾ പമ്പപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് സൈക്കിളിൻ്റെ ആൻഡേഴ്സൺ സൈക്കിളിൻ്റെ വർക്കിംഗ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ അമോണിയയാണ് ഉപയോഗിക്കുന്നത് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട്. ആ അമോണിയ ബോയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ അമോണിയയാണ് ബോയിൽ ചെയ്യുന്നത് വാം വാട്ടർ സർഫേസിൻ്റെ ഹീറ്റ് കൊണ്ടാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരത്തേൽ നേരെ ആ വാട്ടർ തന്നെ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ അമോണിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോ ബോയിലിംഗ് പോയിൻ്റുള്ള ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. വർക്കിംഗ് ഫ്ലൂയിഡ് അമോണിയ അല്ലെങ്കിൽ പ്രൊപ്പൈനാണ്. ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ ബോയിലറിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് വേപ്പറൈസ്ഡ് ബൈ യൂസിങ് ഹീറ്റ് ഫ്രം വാം വാട്ടർ. ടോപ്പിലുള്ള വാം വാട്ടർ വെച്ചിട്ട്
വേപ്പറൈസ് ചെയ്യും. ദ ഹൈ പ്രഷർ വേപ്പർ എക്സ്പാൻസ് ഇൻ ടർബൈൻ ആൻഡ് ഇറ്റ് കോസസ് ടർബൈൻ ടു റൊട്ടേറ്റ്. ആ ടർബൈനായിട്ട് നമ്മൾ ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഈ ലോ പ്രഷർ എക്സോസ്റ്റ് ഈസ് കൂൾഡ് ബൈ കോൾഡ് ഡീപ്പ് വാട്ടർ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ഇൻ എ കണ്ടൻസർ. നമ്മൾ കണ്ടൻസറിൽ അതിന് ലിക്വിഡ് ആക്കിയിട്ട് മാറ്റി തിരിച്ചത് എന്ത് ചെയ്യും, എഗെയിൻ പമ്പഡ് ബാക്ക് ടു ദ ഇവാപ്പറേറ്റർ. അപ്പോൾ അതാണ് ക്ലോസ്ഡ് സൈക്കിളിൻ്റെ ഓപ്പറേറ്റിംഗ് വർക്കിംഗ്. ഇനി അടുത്ത ഫോം ഓഫ് എനർജിയാണ് ടൈഡൽ. ടൈഡൽ എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ബേസിക് ഐഡിയ ക്ലാസ്സിൽ കിട്ടിയതാണ്. ടൈഡ്സ് ആർ കോസ്ഡ് ബൈ കമ്പൈൻഡ് അട്രാക്ഷൻ ഓഫ് സൺ ആൻഡ് മൂൺ ഓൺ വാട്ടർ. ഈ ടൈഡൽ ഒക്കർ ട്വൈസ് ഡ്യൂറിങ് ദ ലൂണാർ ഡേ. ലൂണാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24:30 അല്ലെങ്കിൽ 24:40 മിനിറ്റാണ്. അപ്പോൾ ഈ 24:40 മിനിറ്റിൽ 2 തവണ ടൈഡ്സ് ഒക്കർ ചെയ്യും. അപ്പോൾ ഇനി ടൈഡ്സ് ഒക്കർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ടൈഡും ഒരു ലോ ടൈഡും ഉണ്ടാവും. നെക്സ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഒരു ലൂണാർ ഡേയിൽ 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാവും. ഇനി ടൈഡൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ്. ലോ ടൈഡ്സും ഹൈ ടൈഡ്സും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ടൈഡൽ റേഞ്ച് എന്ന് പറയാം. ടൈഡ്സ് ആർ കോസ്ഡ് ബൈ കോസ്മിക് ഫിനോമിന നോട്ട് ബൈ ആൻ വെതർ കണ്ടീഷൻ. അതേ പറയാം, ടൈഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വെതർ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല, അത് പ്യുവർലി എ കോസ്മിക് ഫിനോമിനാണ്. അതായത് സണ്ണിൻ്റെയും മൂണിൻ്റെയും അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ്. ഇതാണ് ടൈഡൽ റേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞു ഹൈ ടൈഡ് ഇവിടെയാണ് മാക്സിമം വരുന്നത്, പിന്നെ സീ ലെവൽ താഴ്ന്ന് ഇവിടെയാണ് ലോ ടൈഡ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ലൂണാർ ഡേയിൽ ഇതേപോലെ ഇതിപ്പോൾ ഒരു ടൈഡാണ്, ഒരു സൈക്കിളാണ്. ഇതേപോലെ ഒരു സൈക്കിളും കൂടി ഉണ്ടാവും ഒരു ലൂണാർ ഡേയിൽ. അതായത് 2 ഹൈ ടൈഡും ഉണ്ടാവും, 2 ലോ ടൈഡും ഉണ്ടാവും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു കമ്പോണൻസ് ഓഫ് എ ടൈഡൽ പവർ പ്ലാന്റ്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഒരു ടൈഡൽ പവർ പ്ലാന്റിൽ ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ടർബൈന്, ജനറേറ്റർ, അതർ ഓക്സിലറി എക്യുപ്മെൻറ്റ്സ്, ചിലപ്പോൾ ഈ ടർബൈനും ജനറേറ്ററിനും ഓക്സിലറി ആയിട്ട് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അത് കൂടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ പവർ ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഡാം ഓർ ബാരേജ് ടു ഫോം എ ബേസിൻ. ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്റ്റോർ ചെയ്യണ ഒരു പ്ലേസ് എന്നാണ് ബേസിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. വാട്ടർ എവിടെയാണോ സ്റ്റോർ ചെയ്യണത്, ബേസിൻ അല്ലെങ്കിൽ റിസർവോയർ എന്നൊക്കെ പറയും. വാട്ടർ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, താഴ്ന്ന പ്രദേശത്ത് സ്റ്റോർ ചെയ്യണത്, അതിനാണ് നമ്മൾ ബേസിൻ അല്ലെങ്കിൽ ഡാം, റിസർവോയർ എന്നൊക്കെ പറയാം. പിന്നെ ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്ഷൻ, ആ ഫ്ലോന് ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്ഷനാണ് ബാരേജ് അല്ലെങ്കിൽ ഡാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഡാം ഓർ ബാരേജിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ടു ഫോം എ ബാരിയർ ബിറ്റ്വീൻ സീ ആൻഡ് ബേസിൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ വൺ ബേസിൻ ആൻഡ് അതർ ബേസിൻ ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ബേസിൻ. ഈ ഡാമിൻ്റെ അല്ലെങ്കിൽ ബാരേജിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും സീയും ബേസിനും തമ്മിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൾട്ടി ബേസിൻ, 2 വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവ തമ്മിൽ വേർതിരിക്കാണ് നമ്മൾ ബേസിൻസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സീയും അതേപോലെ തന്നെ ബേസിനും, നമ്മൾ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലം നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാരേജ് ഉപയോഗിക്കും. ഇനി അടുത്തതാണ് ബാരേജ് എന്താണെന്ന് അടുത്ത ക്ലിയർ ആയിട്ട് പിക്ചറിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിക്കും. സ്ലൂയിസ് വേസ് അല്ലെങ്കിൽ സ്ലൂയിസ് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ഒരു ഗേറ്റാണ്. വാട്ടർ ഉള്ളിലോട്ടും അല്ലെങ്കിൽ വാട്ടർ സീന്ന് വാട്ടർ ഉള്ളിലോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേറ്റാണ് ഈ സ്ലൂയിസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ. നേരെ തിരിച്ച് ബേസിൽ നിന്ന് സീലോട്ടും വാട്ടർ ആക്കാൻ പറ്റും ഈ ഗേറ്റ് വഴി. അതിനുള്ളൊരു ഗേറ്റിനെയാണ് നമ്മൾ സ്ലൂയിസ് വേസ് അല്ലെങ്കിൽ സ്ലൂയിസ് ഗേറ്റ്സ് എന്ന് പറയാം. Their function is to fill the basin during high tide or empty the basin at low tide. എന്താണ് ഈ ഹൈ ടൈഡ് ലോ ടൈഡ് എന്നൊക്കെ പറഞ്ഞുതരാം. ഹൈ ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീയുടെ വാട്ടർ റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സീയുടെ വാട്ടർ റൈസ് ചെയ്ത് നേരെ ബേസിനിലോട്ട് വെള്ളം പോകും. അല്ലെങ്കിൽ സീയുടെ വാട്ടർ റൈസ് ചെയ്ത് നമ്മൾ നദിയിലോട്ട് വെള്ളം പോകണമൊക്കെ കണ്ടിട്ടില്ലേ, അതിനാണ് നമ്മൾ ഹൈ ടൈഡ് എന്ന് പറയുക. നേരെ തിരിച്ച് ബേസിൽ നിന്ന് അല്ലെങ്കിൽ നദിയിൽ നിന്ന് വെള്ളം നേരെ തിരിച്ച് അല്ലെങ്കിൽ സീയിലോട്ട് പോണതിന് നമ്മൾ ലോ ടൈഡ് എന്ന് പറയും. ഇനി
ടൈപ്സ് ഓഫ് ടൈഡൽ പവർ പ്ലാന്റ്. നമുക്ക് 4 ടൈപ്പ് ടൈഡൽ പവർ പ്ലാന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് പ്ലാന്റ്, 2 സിംഗിൾ ബേസിൻ ഡബിൾ എഫക്റ്റ് പ്ലാന്റ്, 3 ഡബിൾ ബേസിൻ വിത്ത് ലിങ്ക്ഡ് ബേസിൻ ഓപ്പറേഷൻ ആൻഡ് ഡബിൾ ബേസിൻ വിത്ത് പെയർഡ് ബേസിൻ ഓപ്പറേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. ഇതിലെന്താണ് സിംഗിൾ ബേസിൻ, എന്താണ് സിംഗിൾ ഇഫക്റ്റ്, ഡബിൾ ഇഫക്റ്റ്, എന്താണ് ലിങ്ക്ഡ്, പെയർഡ് എന്നൊക്കെ പറയാം. അതിനു മുന്നേ തന്നെ എന്താണ് EBB ആൻഡ് ഫ്ലഡ് ടൈഡ്, അതെന്താണെന്ന് അറിയണം. EBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം ഈ ഫിഗർ നോക്കാം. ഇത് ഹൈ ടൈഡ് ആണ്. ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ എന്താ, ഇവിടെ നിന്ന് വെള്ളം നേരെ കരയിലോട്ട് പോകും അല്ലെങ്കിൽ ബേസിനിലോട്ട് പോകും. അതാണ് ഫ്ലഡ് ടൈഡ് എന്ന് പറയാം. EBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം തിരിച്ച് എങ്ങോട്ട് പോവാണ്, സീലോട്ട് പോവാണ്. അപ്പോൾ EBB കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ, നമ്മൾ ബേസിൽ നിന്ന് നേരെ തിരിച്ച് സീലോട്ട് പോകുന്നതിനാണ് EBB കറണ്ട് എന്ന് പറയുക. ഫ്ലഡ് കറണ്ട് സിയിൽ നിന്ന് ബേസിനിലോട്ട് പോകുന്നതിനാണ് ഫ്ലഡ് കറണ്ട് എന്ന് പറയുക. അതുപോലെ തന്നെ ഫ്ലഡ് കറണ്ട് നമുക്ക് എന്ത് പറയാം, ഹൈ ടൈഡ് എന്ന് പറയാം അല്ലെങ്കിൽ ലോ ടൈഡ് എന്ന് പറയാം. ഹൈ ടൈഡ് എന്ന് ഫ്ലഡ് കറണ്ടിനെ പറയാം, EBB കറണ്ടിന് ലോ ടൈഡിൽ ഉണ്ടാവുന്ന കറണ്ട് EBB കറണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ് EBB ടൈഡ് ഒന്ന് ഫ്ലഡ് ടൈഡ് ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി നമ്മൾ എന്താണ് സിംഗിൾ EBB സൈക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ സൈക്കിൾ സിസ്റ്റം എന്താണെന്ന് പറയണം. അത് ഇതിൽ നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ സിംഗിൾ EBB സൈക്കിൾ സിസ്റ്റം ഡബിൾ സൈക്കിൾ സിസ്റ്റം ഒക്കെ. അപ്പോൾ EBBയും ഫ്ലഡ് ടൈഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് സിംഗിൾ EBB സൈക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ഹൈ ടൈഡ് വാട്ടർ ഈസ് പാസ്ഡ് ടു ദ ബേസിൻ. അതായത് ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ ഇതാണ് ബേസിൻ, ഇതിലോട്ട് എന്ത് ചെയ്യും, വാട്ടർ പാസ് ചെയ്ത് വാട്ടർ ലെവൽ റൈസ് ചെയ്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് എപ്പോഴാണ് ലോ ടൈഡ് ഉണ്ടാവുന്നത്, അതായത് സീ വാട്ടർ താഴുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇതുവഴിയുള്ള ഗേറ്റിലൂടെ ടർബൈനിലൂടെ എന്ത് ചെയ്യും, വാട്ടർ സീലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതായത് ബേസിനിൽ നിന്ന് സീലോട്ട് വാട്ടർ പോകുമ്പോൾ മാത്രമേ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ആദ്യത്തെ ഹൈ ടൈഡിൽ അല്ലെങ്കിൽ ഫ്ലഡ് ടൈഡിൽ സീന്ന് വാട്ടർ ബേസിനിലോട്ട് വരുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നില്ല, കാരണം ടർബൈൻ ഷട്ട് ഡൗൺ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ആ നേരത്ത് എന്താണ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല. ഔട്ട്പുട്ട് ഉണ്ടാവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിനിൽ നിന്നുള്ള വാട്ടർ സീലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ EBB ടൈഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതിനാണ് സിംഗിൾ ബേസിൻ സിംഗിൾ ഇഫക്റ്റ് എന്ന് പറയാം, സിംഗിൾ EBB സൈക്കിൾ എന്ന് പറയാം. അതേപോലെ തന്നെ സിംഗിൾ ടൈഡ് സൈക്കിൾ ഉണ്ട്. സിംഗിൾ ടൈഡ് സൈക്കിളിൽ ഇതെന്ത് ചെയ്യും വെച്ചാൽ നമ്മളെ സീയിൽ നിന്ന് വാട്ടർ ബേസിനിലോട്ട് പോകുമ്പോൾ ടർബൈൻ കറങ്ങും, തിരിച്ച് ബേസിൽ നിന്ന് സീലോട്ട് പോകുമ്പോൾ ടർബൈൻ കറങ്ങില്ല, അതായത് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യില്ല. ആ ടൈപ്പിനെ നമ്മൾ സിംഗിൾ ടൈഡ് ടൈപ്പ് എന്ന് പറയും. ഇനി ഡബിൾ സൈക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിൽ നിന്ന് ബേസിനിലോട്ട് പോകുമ്പോഴും തിരിച്ച് ബേസിനിൽ നിന്ന് സീലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന രണ്ട് നേരത്തും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അവിടെ നമ്മൾ റിവേഴ്സിബിൾ ടർബൈനാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ രണ്ട് നേരത്തെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഡബിൾ സൈക്കിൾ സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ. പിന്നെ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം സ്റ്റോറേജ് വയ്ക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ സിംഗിൾ ബേസിൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേൻ്റെ എന്താണെന്ന് പറയാം. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ്. അപ്പോൾ സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിനേ ഉണ്ടാവുള്ളൂ, ഒരു എഫക്റ്റ്. അത് മേ ബി EBB ടൈമിലായിരിക്കാം ടർബൈൻ കറങ്ങണത്, അല്ലെങ്കിൽ എന്തായിരിക്കാം ഫ്ലഡ് ടൈമിലായിരിക്കാം ടർബൈൻ കറങ്ങണത്. അത് നമ്മളെ കൺസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ബേസിനിൽ നിന്ന് സീലോട്ട് പോകുമ്പോൾ, അതായത് ബേസിൻ എംപ്റ്റി ചെയ്യുമ്പോൾ മാത്രമേ ടർബൈൻ കറങ്ങണുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് ഈ ബേസിൻ റൈസ് ചെയ്യും, ബേസിനിലെ വാട്ടർ റൈസ് ചെയ്യും. ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ ഈ ടർബൈനിലൂടെ തിരിച്ച് സീലോട്ട് വാട്ടർ പോവും. ആ ടൈമിൽ ടർബൈനിൽ പവർ ജനറേറ്റ് ചെയ്യും. അതാണ് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റിൻ്റെ വർക്കിംഗ്. ദ ബേസിൻ ഇതൊരു ഓൾഡസ്റ്റ് ഫോമാണ്. ദ ബേസിൻ ഈസ് ഫിൽഡ് ബൈ സ്ലൂയിസ് ഗേറ്റ് ഡ്യൂറിങ് ദ ഹൈ ടൈഡ് ആൻഡ് ടർബൈൻ ഇൻ ഷട്ട്.
അതായത് ബേസിൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, പവർ ഉണ്ടാവുന്നില്ല. വാട്ടർ ലെവൽ ഇൻ ദ ബേസിൻ റീച്ചസ് ഹയസ്റ്റ് ലെവൽ ഓഫ് ടൈഡ്, ദെൻ ദ സ്ലൂയിസ് ഗേറ്റ് ഈസ് ക്ലോസ്ഡ്. ഇവിടെ ഈ ഹയസ്റ്റ് ലെവൽ ഓഫ് ടൈഡിൻ്റെ എത്തുമ്പോൾ സ്ലൂയിസ് ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ വെള്ളം ഇങ്ങോട്ട് കിടക്കില്ല, കാരണം രണ്ടും സെയിം ലെവലാണെങ്കിൽ വെള്ളം കിടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്ലൂയിസ് ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിരിക്കും. പിന്നെ ലോ ടൈഡ് വരുമ്പോൾ എന്ത് ചെയ്യും, സീ വാട്ടർ ഇങ്ങനെ താഴും. ഇങ്ങനെ താഴുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ പ്രഷർ കൂടുതലല്ലേ, ഹൈ പ്രഷർ, ഇവിടെ പ്രഷർ ഹെഡ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ടർബൈൻ വഴി എന്ത് ചെയ്യും, സീയിലോട്ട് വാട്ടർ വരും. അപ്പോൾ എന്ത് ചെയ്യും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഡ്യൂറിങ് ലോ ടൈഡ് ദ സീ വാട്ടർ ലെവൽ റെഡ്യൂസ്ഡ്, ദ വാട്ടർ ഫ്രം ബേസിൻ ഫ്ലോസ് ടു ദ സീ ത്രൂ എ ടർബൈൻ. ടർബൈൻ വർക്ക് അണ്ടിൽ ദ റൈസിംഗ് ലെവൽ ഓഫ് സീ rising tide and basin falling level together reduces to an effective head on turbine extent where it can operate. അതായത് അത് പറയണതൊന്നുമില്ല. ഈ ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രഷർ ഹെഡ് ഡിഫറൻസ് ഒരു സർട്ടൻ വാല്യൂ വേണം. ആ വാല്യൂ വരെയാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വാട്ടർ ബേസിനെ എം ടി ചെയ്യുമ്പോഴാണ് ടർബൈൻ കറങ്ങുക. അപ്പോൾ ബേസിൻ എം ടി ചെയ്ത് വരുമ്പോൾ വാട്ടർ ലെവൽ ഇങ്ങനെ കുറഞ്ഞ് വരും, സീയുടെ വാട്ടർ ലെവൽ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചെറിയ വാല്യൂ ആകുമ്പോൾ തന്നെ ടർബൈനെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടൈം മുതൽ ടർബൈൻ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ സെയിം ലെവലായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതിങ്ങനെ വീണ്ടും റൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് എം ടി ആയിട്ടുണ്ടാവും. അപ്പം വീണ്ടും നമ്മൾ സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഹൈ ടൈഡിൻ്റെ ടൈമിൽ ഇത് ഫില്ല് ചെയ്യും, ബേസിൻ ഫില്ല് ചെയ്യും. എന്നിട്ട് ലോ ടൈഡിൻ്റെ ടൈമിൽ ബേസിൻ ഓപ്പൺ ചെയ്തിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതാണ് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ്. ഇനി അടുത്ത സിംഗിൾ ബേസിൻ ഡബിൾ എഫക്റ്റ്. സെയിം തന്നെ, വേറെ ഒന്നുമില്ല, ബേസിൻ ഒന്നേ ഉള്ളൂ. ഡബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഹൈ ടൈഡിൻ്റെ ടൈമിൽ സീന്ന് അല്ലെങ്കിൽ ഫ്ലഡ് ടൈഡിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, സീന്ന് വാട്ടർ ബേസിനിലോട്ട് പോകും. ആ ടൈമിലും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. നേരെ തിരിച്ച് എന്ത് ചെയ്യും, ലോ ടൈഡ് ആകുമ്പോൾ അല്ലെങ്കിൽ EBB ടൈഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് ബേസിനിൽ നിന്ന് സീയിലോട്ട് വാട്ടർ പോകും. ആ ടൈമിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുക റിവേഴ്സിബിൾ ടർബൈൻ ആയിരിക്കും. രണ്ട് ടൈമിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടർബൈൻ ആയിരിക്കും ഉപയോഗിക്കുക. അതാണ് സിംഗിൾ ബേസിൻ ഡബിൾ എഫക്റ്റ് പ്ലാന്റ്. ദിസ് അറേഞ്ച്മെൻറ്റ് യൂസ് ബോത്ത് EBB ആൻഡ് ഫ്ലഡ് ടൈഡ്. രണ്ട് ടൈഡിനെയും യൂസ് ചെയ്തിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കും. പവർ ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് ഫില്ലിംഗ് ആൻഡ് എംറ്റിങ് ഓഫ് ബേസിൻ. അതായത് എന്താണ്, ബേസിൻ ഫില്ല് ചെയ്യുന്ന ടൈമിലും ബേസിൻ എംറ്റി ആക്കുക എന്ന് പറഞ്ഞാൽ ലോ ടൈഡിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് വാട്ടർ സീയിലോട്ട് പോകും. അതിനാണ് എംറ്റിങ് എന്ന് പറയുക. ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ എന്നുള്ള വാട്ടർ വന്ന് ബേസിൻ ഫില്ല് ചെയ്യണതിനാണ് ഫില്ലിംഗ് എന്ന് പറയാം. ഇവിടെ നമ്മൾ റിവേഴ്സിബിൾ ടർബൈൻ ഉപയോഗിക്കും. അതിന് രണ്ട് ഡയറക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ഡയറക്ഷൻ്റെ ഫ്ലോയിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റേ സിംഗിൾ എഫക്റ്റ് പ്ലാനിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പീരീഡ് ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം രണ്ട് ടൈമിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു ടൈമിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ രണ്ടിരട്ടിയിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്തു, ഔട്ട്പുട്ടും അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. കാരണം രണ്ട് ടൈമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഔട്ട്പുട്ട്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും കൂടും. ഇനി അടുത്തത് ഡബിൾ ബേസിൻ ലിങ്ക്ഡ് ബേസിൻ ഓപ്പറേഷൻ. അതായത് ബേസിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ രണ്ട് ബേസിൻ ഉണ്ട്. ഒന്ന് ഹൈ ബേസിനും താഴത്തുള്ളത് ലോ ബേസിനും. പിന്നെ അതേപോലെ തന്നെ ഇവ തമ്മിലൊരു ബാരിയർ അല്ലെങ്കിൽ ബാരേജ് വെച്ചിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിയും ഹൈ ബേസിനും ഒരു ബാരേജും ഒരു സ്ലൂയിസ് ഗേറ്റും ഉണ്ട് വെച്ചിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ബേസിനും സിയും തമ്മിലൊരു സ്ലൂയിസ് ഗേറ്റും ഒരു ബാരേജും വെച്ചിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ബാരേജ് ഉണ്ട്, പിന്നെ ഒരു ടർബൈനുണ്ട്. ദിസ് അറേഞ്ച്മെൻറ്റ് ലാർജ് ബേസിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു 2 ബേസിൻസ്. അതായത് ഒന്ന് ഹൈ ബേസിൻ ആൻഡ് ലോ ബേസിൻ. ദിസ് സ്കീം കൺസിസ്റ്റ് ഓഫ് 3 ബേസിൻ. 1 ബേസിൻ സെപ്പറേറ്റിംഗ് ഹൈ ബേസിൻ ഫ്രം സി കണ്ടെയ്നിങ് ഫില്ലിംഗ് ഗേറ്റ്സ്. അനദർ സെപ്പറേറ്റിംഗ് ലോ ബേസിൻ ഫ്രം സി ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ എംറ്റിയിങ് ഗേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ഗേറ്റും ഇതെന്ന് പറഞ്ഞാൽ എംറ്റിയിങ് ഗേറ്റും ആണ്. അതായത് ഫില്ലിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ടൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് ടൈഡിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, ഇതിലൂടെ വെള്ളം കടന്നു വന്ന് ഇത് ഫുള്ള് നിറയും. ഇതിങ്ങനെ നിറഞ്ഞിറയും. അപ്പോൾ ആദ്യം എന്താ ഉണ്ടാവുക, നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ
ആദ്യം വെള്ളം താഴത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഏതുവരെ? ഇതുവരെ വെള്ളം ഫില്ല് ചെയ്യണവരെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫുള്ള് ഫില്ലാവും. ഫുള്ള് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണോ ലോ ടൈഡ് ഉണ്ടാവണത് അല്ലെങ്കിൽ EBB ടൈഡ് ഉണ്ടാവണത്, അപ്പോൾ എന്ത് ചെയ്യും, ഈ താഴത്തുള്ള ഓപ്പണിംഗ് ഗേറ്റ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല എംറ്റിങ് ഗേറ്റ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ താഴത്തോട്ട് വരില്ല. അപ്പോൾ ഈ വെള്ളം പോകുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏകദേശം ഈ ലെവൽ വരെ വാട്ടർ എത്തുന്നവരെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ നിൽക്കും. പിന്നെ ഈ ടൈഡ് ലോ ടൈഡ് ഉണ്ടാവണവരെ ഈ വെള്ളം ഫുള്ള് പോവും. ലോ ടൈഡ് ഉണ്ടാവുന്നവരെ ഈ ലോ ബേസിനുള്ള വെള്ളം സീലോട്ട് പോവും. അല്ല, ഹൈ ടൈഡ് ഉണ്ടാവുന്നവരെ ഈ ലോ ബേസിനുള്ള വെള്ളം തിരിച്ച് സീലോട്ട് പോവും. പിന്നെ ഈ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഹൈ ടൈഡ് വന്നാൽ ഇത് ഓപ്പൺ ചെയ്ത് തിരിച്ച് വെള്ളത്തിലോട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഡബിൾ ബേസിൻ വിത്ത് ലിങ്ക്ഡ് ബേസിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ അപ്പർ ഗേറ്റ് ഓപ്പൺ ഡ്യൂറിങ് time when sea level higher than upper basin and the emptying gate opened only when sea level is lower than the basin. അപ്പർ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് സീ ലെവൽ എന്ന് പറയുന്നത് ഈ ഹൈ ലെവൽ ബേസിൻ്റെ മുകളിലാകുമ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ കിടക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, emptying gate opened only when sea level lowering basin. Emptying gate opened only when sea level is lower than the basin. ഇനി ഡബിൾ ബേസിൻ വിത്ത് പെയർഡ് ബേസിൻ ഓപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഡബിൾ ബേസിൻ വിത്ത് ലിങ്ക്ഡ് ബേസിൻ ഓപ്പറേഷനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ബേസിൻ തമ്മിലും ഒരു കണക്ഷനൊന്നുമില്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവരുടെ ഇലക്ട്രിക്കലി ദേ ആർ പെയർഡ്, അതായത് ജനറേറ്റർ തമ്മിൽ പാരൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേസിൻ തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് മെത്തേഡിൽ വർക്ക് ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈ ടൈഡ് ഉണ്ടായി വിചാരിക്കുക. ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാട്ടർ ഇതിലോട്ട് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ടർബൈൻ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹൈ ബേസിൻ നിറയ്ക്കും. ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ ടർബൈനിലൂടെ വെള്ളം പോയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഹൈ ബേസിനിൽ എപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക? EBB ടൈഡിൽ അല്ലെങ്കിൽ ലോ ടൈഡിലായിരിക്കും ഹൈ ബേസിനിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ച്, അതായത് ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ വാട്ടർ ലോ ബേസിനിൽ എൻ്റർ ചെയ്യും. ആ ടൈമിലായിരിക്കും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് വാട്ടർ സീലോട്ട് പോകുമ്പോൾ, അതായത് ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ തിരിച്ച് വാട്ടർ സീലോട്ട് പോകുമ്പോൾ ഈ ഗേറ്റ് വഴിയാണ് പോവുക, ടർബൈനിലൂടെ അല്ല. അപ്പോൾ ടർബൈൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ്. 2 സിംഗിൾ ബേസിൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. രണ്ടും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. ബോത്ത് സ്കീംസ് നെവർ എക്സ്ചേഞ്ച് വാട്ടർ ബട്ട് ദേ ആർ ഇൻ്റർകണക്റ്റഡ് ഇലക്ട്രിക്കലി ദേ ആർ ഇൻ്റർകണക്റ്റഡ് ആണ്. പക്ഷേ വാട്ടർ ഒന്നും ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് ചെയ്യില്ല. ബോത്ത് ബേസിൻസ് ഓപ്പറേറ്റഡ് ഇൻ എ സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് മോഡ്. നമ്മൾ പറഞ്ഞു, ബോത്ത് ബേസിൻസ് വിൽ ഓപ്പറേറ്റ് ഇൻ സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് മോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്റ്റ് മോഡിൽ വർക്ക് ചെയ്യും. 1 ബേസിൻ ജനറേറ്റ് ഇലക്ട്രിക്കൽ എനർജി ഡ്യൂറിങ് ഫില്ലിംഗ്. ഏതാണ് ഫില്ലിങ്ങിൽ വർക്ക് ചെയ്യുക? ലോ ബേസിനാണ് ഫില്ലിങ്ങിൽ വർക്ക് ചെയ്യുക. ദ അതർ ഡ്യൂറിങ് എംറ്റിങ് പ്രോസസ്സിൽ ഹൈ ബേസിലുള്ള ടർബൈനും വർക്ക് ചെയ്യും. അത് രണ്ടും ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടൈഡൽ പവർ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ടൈഡൽ പവർ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പഠിച്ചു. ഇനി നമുക്ക് ടൈഡലിൻ്റെ അഡ്വാൻറ്റേജസ്, അത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞതാണ്, ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ. ടൈഡൽ പവർ ഈസ് പ്രെഡിക്റ്റബിൾ, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പൊല്യൂഷൻ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ വാല്യുബിൾ ലാൻഡ്സ് ആസ് ദീസ് ആർ ലൊക്കേറ്റഡ് ഇൻ സീ ഷോർസ്. അതായത് വാല്യുബിൾ ആയിട്ടുള്ള ലാൻഡൊന്നും ആവശ്യമില്ല. ഇൻഡിപെൻഡൻ്റ് അപ്പോൺ വെതർ കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വെതറിനായിട്ടൊന്നും ഡിപ്പെൻഡൻ്റ് അല്ല ടൈഡ്സ്. റിന്യൂവബിൾ എനർജി സോഴ്സാണ്, പെട്ടെന്നൊന്നും തീർന്നു പോവില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സാധാ ഹൈഡൽ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പവർ പ്ലാന്റ് ഉപയോഗിക്കാം. എന്താണ് പീക്ക് ഡിമാൻഡ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് വിചാരിക്കണം. മാക്സിമം ഡിമാൻഡ്, എപ്പോഴാണോ മാക്സിമം ഡിമാൻഡ് വരുന്നത് ആ ടൈമിൽ മാത്രം ഈ ടൈപ്പ് പ്ലാന്റ്സ് ഉപയോഗിക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സീ വാട്ടർ
കൊറോസീവാണ്. കാരണം അതിൽ നമ്മളെ സോഡിയം ക്ലോറൈഡ് സാൾട്ടൊക്കെ ഉള്ള കാരണം ഇത് കൊറോസീവാണ്. അപ്പോൾ നമ്മൾ ടർബൈന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കും. പവർ സപ്ലൈ ഇൻ്റർമിറ്റൻ്റ് ആണ്. ഇൻ്റർമിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്തത്. നമുക്കറിയാം ടൈഡ് ഉണ്ടാകുന്ന ടൈമിൽ മാത്രമേ, അത് ടൈഡ് ഉണ്ടാകുന്ന ടൈമിലും കിട്ടുന്നില്ല, ടൈഡിൻ്റെ ഉണ്ടാകുന്ന കുറച്ച് ടൈം മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻ്റർമിറ്റൻ്റ് ആണ്, കണ്ടിന്യൂസ് അല്ല. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ടൈഡൽ പ്ലാന്റ് ഈസ് മോർ. ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്. കാരണം എന്താ, കടലിലൊക്കെ ആയിരിക്കും മിക്കവാറും സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുക, ബാരേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടലിലാണ് ഉണ്ടാക്കേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോസ്റ്റ് കൂടും. ടൈഡൽ പവർ പ്ലാന്റ് ഔട്ട്പുട്ട് വാരീസ് വിത്ത് വേരിയേഷൻ ഇൻ ടൈഡൽ റേഞ്ച്. ഈ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില പ്ലേസിൽ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇത് പല ടൈമിൽ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അതനുസരിച്ചിട്ട് മാറും. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ സീ ആൻഡ് എസ്റ്റുവറീസ് ഈസ് ഫൗണ്ട് ഡിഫിക്കൽട്ട്. കടലിൽ അല്ലെങ്കിൽ എസ്റ്റുവറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ് മേ അഫക്റ്റ് ഫിഷിംഗ് ആൻഡ് നാവിഗേഷൻ. ഫിഷിങ്ങിന് നാവിഗേഷന് ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു ഓൾ.